ഗുജറാത്തിലെ പോർബന്ദർ നഗരത്തിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1997 കസ്റ്റഡി പീഡന കേസിൽ മുൻ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിനെ വെറുതെ വിട്ടു. മുകേഷ് പാണ്ഡ്യ എന്ന ജഡ്ജാണ് വിധി പുറപ്പെടുവിച്ചത്. നരൻ പോസ്റ്റാറിയ എന്നയാളെ RDX കടത്തിൽ കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. എന്നാൽ സഞ്ജീവ് ഭട്ടിനെ മോചിപ്പിക്കുമോ? തീർച്ചയായും ഇല്ല എന്നാണ് ഉത്തരം. 2018 മുതൽ പല കേസുകളിൽ പ്രതിയാക്കിക്കൊണ്ട് അദ്ദേഹം ജയിലിലാണ്. 2019 ജൂലൈ 17 മലയാളം ന്യൂസ് പത്രത്തിൽ ഈ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മുസ്തഫ വാക്കാലൂർ എഴുതിയ ഒരു ലേഖനം കേൾക്കാം. സഞ്ജീവ് ഭട്ട് ഒരു പ്രതീകമാണ്. ഗുജറാത്തിലെ ജാംനഗർ സെഷൻസ് കോടതിയിൽ നിന്നും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിധി വരികയുണ്ടായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖ്യ വിമർശകനും അദ്ദേഹത്തിനെതിരെ നിരവധി അന്വേഷണ ഏജൻസികളിൽ തെളിവുകളും സാക്ഷിമൊഴികളും നൽകിയ മുൻ IPS ഓഫീസർ സഞ്ജീവ് ഭട്ടിനെ 3 പതിറ്റാണ്ട് മുമ്പുള്ള ഒരു കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. ഭട്ടിനെ അർദ്ധരാത്രി വീട്ടിൽ വന്ന് മറ്റൊരു കേസിൽ ചോദ്യം ചെയ്യാനെന്ന ഭാവേന പിടിച്ചുകൊണ്ടുപോയി 10 മാസമായി ഇരുമ്പഴിക്കുള്ളിൽ ജാമ്യം പോലും നിഷേധിച്ച് പീഡിപ്പിക്കുന്നതിനിടയിലാണ് ഈ വിധി. ഭരണകൂട ഭീകരതയ്ക്ക് കോടതിയും നിയമപാലകരും കുടപിടിക്കുന്ന നൃശംസതയുടെ നേർചിത്രമാണ് ദൃശ്യമാവുന്നത്. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 1990 ഒക്ടോബർ 30 VP സിംഗ് മന്ത്രിസഭ മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാൻ തുനിഞ്ഞപ്പോൾ അതിനെ മറികടക്കാൻ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ BJP അയോധ്യയിലേക്ക് രാംരഥയാത്ര സംഘടിപ്പിച്ചു. 1990 സെപ്റ്റംബർ 25 ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഒക്ടോബർ 23 ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി രഥയാത്ര അവസാനിച്ചു. എങ്കിലും ഹർത്താലും ബന്ദും കലാപങ്ങളും പിന്നെയും തുടർന്നു. നൂറുകണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 24 തന്നെ ജാംനഗർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഒക്ടോബർ 30 VHP ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തു. ജാംനഗർ ജില്ലയിൽപ്പെട്ട ജാംജോധപൂർ ടൗണിൽ ബന്ദ് വർഗീയ സംഘർഷമായി മാറിയപ്പോൾ ലോക്കൽ പോലീസ് 134 പേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരാളായിരുന്നു പ്രഭുദാസ് വൈഷ്ണാനി. ഈ സംഭവം കഴിഞ്ഞ് 18-ാം ദിവസം പ്രഭുദാസ് മരിച്ചു. മരിച്ചയാളുടെ സഹോദരൻ കൊടുത്ത കേസിനാണ് 29 വർഷങ്ങൾക്ക് ശേഷം IPC 302 പ്രകാരം നരഹത്യയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 1990 സഞ്ജീവ് ഭട്ട് ജാംനഗർ ജില്ലയിൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടാണ്. ജാംനഗർ സിറ്റി, ജാംനഗർ റൂറൽ, കമ്പാളിയ എന്നീ 3 പോലീസ് യൂണിറ്റുകൾ ഉൾപ്പെട്ടതാണ് ജാംനഗർ ജില്ല. കമ്പാളിയയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഒക്ടോബർ 16 ജാംനഗർ സിറ്റി ഡെപ്യൂട്ടി സൂപ്രണ്ട് കലാപം ആരംഭിച്ച ദിവസം ഒക്ടോബർ 24 അവധിയിൽ പ്രവേശിക്കുകയും ജാംനഗർ ജില്ലയുടെ മൊത്തം ചുമതല ഭട്ടിന്റെ ചുമലിൽ വരികയും ചെയ്തു. ബന്ദ് ദിവസം രാവിലെയാണ് ജംജോധപൂർ ടൗണിൽ പോലീസ് കലാപകാരികളെ അറസ്റ്റ് ചെയ്യുന്നത്. ഉച്ചയോടെയാണ് ഭട്ട് ഈ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുന്നത്. അദ്ദേഹം ആളുകളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ നിർദ്ദേശം കൊടുത്തു. അതുപ്രകാരം ഒക്ടോബർ 31 തന്നെ ലോക്കൽ പോലീസ് 134 പ്രതികളെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും അവർക്കെല്ലാം ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഭട്ട് ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി ഒരാളും കൊടുത്തിട്ടുമില്ല. അറസ്റ്റ് നടന്ന് 14-ാം ദിവസമാണ് കരൾ രോഗം കാരണം പ്രഭുദാസ് ഹോസ്പിറ്റലിൽ പോകുന്നതും 18-ാം ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരണമടയുന്നതും. കേസിൽ 300 സാക്ഷികളുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ 33 പേരെ മാത്രമാണ് വിചാരണ ചെയ്തത്. ഈ സാക്ഷികളെയോ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയോ ക്രോസ് വിസ്താരം നടത്താനോ ഹോസ്പിറ്റലിലെ റിപ്പോർട്ട് ഹാജരാക്കാനോ ഒന്നും കോടതി അനുമതി നൽകിയില്ല. കേസിനാസ്പദമായ രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ട് കോടതിയോ സർക്കാരോ ഹാജരാക്കിയില്ല. എല്ലാം നശിപ്പിക്കപ്പെട്ടു പോയി എന്നായിരുന്നു മറുപടി. മരിച്ചയാളുടെ ഫോറൻസിക് റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടറെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് സഞ്ജീവ് ഭട്ടിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഉച്ചക്ക് 12:30 കോടതി ഉത്തരവിടുകയാണ് 1990 റിപ്പോർട്ട് തയ്യാറാക്കിയ ഇന്ന് ഹൈദരാബാദിൽ താമസിക്കുന്ന ഡോക്ടർ റെഡ്ഡി ഉച്ചക്ക് 3 മണിക്ക് കോടതിയിൽ ഹാജരാവട്ടെ എന്ന്. തികഞ്ഞ ന്യായക്കേടാണ് ന്യായാസനത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത്
കഴിഞ്ഞ 16 വർഷത്തിനുള്ളിൽ 180 കസ്റ്റഡി മരണങ്ങൾ ഗുജറാത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥരെയും ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. തെളിവുകളില്ല എന്ന കാരണത്താൽ അക്കാലത്ത് തന്നെ CID ഈ കേസ് തള്ളിയിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് ആവട്ടെ സഞ്ജീവ് ഭട്ടിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തു. അതായത് 2011 വരെ സഞ്ജീവ് ഭട്ട് എന്ന IPS ഉദ്യോഗസ്ഥനെ സംസ്ഥാന ഗവൺമെന്റ് യഥാവിധം സംരക്ഷിച്ചു പോന്നു. ഗോദ്രയും അനുബന്ധ വംശഹത്യയും അന്വേഷിക്കുന്ന നാനാവതി കമ്മീഷന് മുന്നിൽ 2011 നരേന്ദ്രമോദിക്കെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നതോടുകൂടിയാണ് അദ്ദേഹം മോദിയുടെ കണ്ണിലെ കരടാവുന്നത്. പിന്നീട് അദ്ദേഹത്തെ പൂട്ടുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയായിരുന്നു. നാനാവതി കമ്മീഷന്റെ മുന്നിൽ തെളിവ് കൊടുത്ത ദിവസം തന്നെ ജാംനഗർ കേസിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാനുള്ള മുൻ ഓർഡർ സർക്കാർ പിൻവലിച്ചു. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായിരുന്ന KD പന്തിനെ കൊണ്ട് ഭട്ട് പന്തിനെ നിർബന്ധപൂർവം ഒരു അഫിഡവിറ്റിൽ ഒപ്പിടുവിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുപ്പിച്ചു. ജോലിയിൽ നിന്നും അന്യായമായി ലീവെടുത്തുവെന്നും കാണിച്ച് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. KD പന്തിന്റെ FIR പ്രകാരം ഭട്ടിനെ ജയിലിലടച്ചു. ജാംനഗർ കേസിൽ പ്രഭുദാസ് വൈഷ്ണാനിയെ പോലീസ് കസ്റ്റഡിയിൽ കൊന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം കുറ്റപത്രം കൊടുത്തു. ഇങ്ങനെ നിരന്തരം ഭരണകൂട ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടേയിരുന്നു. എന്നാൽ മോദി പ്രധാനമന്ത്രി ആയതോടുകൂടി ഭട്ടിനെതിരെയുള്ള ആക്രമണത്തിന് മൂർച്ച കൂടി. 1997 മുതൽ ഗുജറാത്ത് ഭരിച്ചിരുന്ന BJP മുഖ്യമന്ത്രി കേശുഭായ് പട്ടേലിന്റെ മുഖ്യ എതിരാളിയായിരുന്ന നരേന്ദ്രമോദി അക്കാലത്ത് ഗുജറാത്തിൽ അനഭിമതനായിരുന്നു. എന്നാൽ 1999, 2000, 2001 കാലത്ത് ഗുജറാത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ ഒന്നൊന്നായി പിടിച്ചുകുലുക്കിയപ്പോൾ ദുരന്തങ്ങളുടെ ശ്രീമാൻ അഥവാ മിസ്റ്റർ ഡിസാസ്റ്റർ എന്ന അപരനാമത്തിന് വിധേയനായ വയോവൃദ്ധനായ കേശുഭായിക്ക് പകരക്കാരനായി LK അഡ്വാനിയുടെ ആശീർവാദത്തോടെ ഡൽഹിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദിയെ. സന്തത സഹചാരിയായിരുന്ന പ്രവീൺ തൊഗാഡിയയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും പൂർണ്ണ പിന്തുണയുമുണ്ടായിരുന്നു. അതുവരേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രധാനിയായിരുന്ന ഒരു വ്യക്തി കുൽസിതമായ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ ശക്തനാവുകയായിരുന്നു. അന്ന് സഞ്ജീവ് ഭട്ട് മോദിയുടെ സുരക്ഷാ ചുമതലയുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനായിരുന്നു. അതുവഴി മോദിയുടെ നീക്കങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഗോദ്ര സംഭവത്തിൽ കൊല്ലപ്പെട്ട 59 പേരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ 130 കിലോമീറ്റർ അകലെയുള്ള അഹമ്മദാബാദിലേക്ക് വിലാപയാത്രയായി കൊണ്ടുവന്നതും അതിൻ്റെ പിറ്റേ ദിവസം മുതൽ VHP ആഹ്വാനം ചെയ്ത ബന്ദിന്റെ മറവിൽ അരങ്ങേറിയ വംശഹത്യയും മോദിയുടെയും തൊഗാഡിയയുടെയും ആസൂത്രണമായിരുന്നുവെന്നും ഭട്ടിന് ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും ഒരു സിവിൽ സർവന്റ് എന്ന നിലക്ക് പരസ്യമായി മോദിയെയോ സർക്കാരിനെയോ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഗുജറാത്ത് വംശഹത്യ അന്വേഷിക്കുന്ന നാനാവതി കമ്മീഷന് മുന്നിൽ തെളിവ് കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും കമ്മീഷൻ അദ്ദേഹത്തെ വിളിപ്പിച്ചിരുന്നില്ല. എന്നാൽ കലാപത്തിൽ 200ഓളം ആളുകളെ പച്ചക്ക് ചുട്ടുകൊന്ന ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലയിൽ ആരെയും പ്രതി ചേർക്കാതെ കേസ് അവസാനിക്കുമെന്നായപ്പോൾ ആ സംഭവത്തിൽ കൊല്ലപ്പെട്ട മുൻ കോൺഗ്രസ് MP എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സക്കിയ ജാഫ്രിയും പൊതുപ്രവർത്തകർ ടീസ്റ്റ സെറ്റിൽവാഡയും ചേർന്ന് 2007 ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തു. കലാപത്തിന് പ്രേരിപ്പിച്ചത് നരേന്ദ്രമോദിയാണ് എന്നും അത് അന്വേഷിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട്. സാക്ഷികളായി IPS ഓഫീസർമാരായ സഞ്ജീവ് ഭട്ട്, രാഹുൽ ശർമ്മ, RB ശ്രീകുമാർ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരാതി ഹൈക്കോടതി തള്ളുകയും സക്കിയ ജാഫ്രി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അഥവാ SITയെ നിയോഗിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതുപ്രകാരമാണ് മുൻ CBI ചീഫ് RK രാഘവന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഗുജറാത്ത് ഗവൺമെന്റ് 2008 നിയമിക്കുന്നത്. ഈ കമ്മീഷന്റെ തെളിവെടുപ്പിനിടെയാണ് മോദിക്കെതിരെ തെളിവുമായി ആദ്യമായി സഞ്ജീവ് ഭട്ട് വില്ലന്റെ വേഷത്തിൽ കടന്നുവരുന്നത്. 2002 2000-ലധികം പേർ കൊല്ലപ്പെട്ട വംശഹത്യ യാദൃശ്ചികമായിരുന്നില്ല. ഗോദ്ര നടന്ന ദിവസം അഥവാ ഫെബ്രുവരി 27 രാത്രി മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചില മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഒരു യോഗത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കാൻ പോകുന്ന കലാപത്തിൽ മെല്ലെപ്പോക്ക് സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നും ഇത് ഹിന്ദുക്കൾക്ക് പ്രതികാരം തീർക്കാനുള്ള അവസരമാണ് എന്നും മുഖ്യമന്ത്രി മോദി നിർദ്ദേശം കൊടുത്തതിന് താൻ സാക്ഷിയാണ് എന്ന് അദ്ദേഹം 2009 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞു.
ഇന്റലിജൻസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന നിലക്ക് കമ്മീഷണറായ GC റായ്ഗർ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഭട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഇതേ വാദം 2011 നാനാവധി കമ്മീഷന് മുന്നിലും അദ്ദേഹം ആവർത്തിച്ചു. മാത്രമല്ല, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ പരാതിയും സുപ്രീം കോടതിയിൽ അഫിഡവിറ്റും സമർപ്പിച്ചു. പിന്നീട് 2012 അന്നത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിനു മുന്നിലും സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയായിരുന്ന രാജു രാമചന്ദ്രൻ മുമ്പാകെയും തെളിവുകൾ സഹിതം ബോധിപ്പിച്ചു. എന്നാൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ ഒരിക്കലും നിയമത്തിന്റെ മുന്നിൽ വിജയിക്കാനുള്ളതായിരുന്നില്ല. കലാപം നടത്തിയ ഒരു ഭരണകൂടം നിയോഗിച്ച കമ്മീഷനുകളും ഇൻവെസ്റ്റിഗേഷൻ സംഘങ്ങളും അതേ ഭരണകൂടത്തിനാണ് അവരുടെ കണ്ടെത്തലുകൾ സമർപ്പിക്കുന്നത്. അതൊരിക്കലും യുക്തിസഹമല്ലല്ലോ. ഉദാഹരണത്തിന് ഗുൽബർഗ് കേസ് എടുക്കാം. എഹ്സാൻ ജാഫ്രി എന്ന കോൺഗ്രസിന്റെ മുൻ MP വളരെ സാത്വികനായ ഒരു വ്യക്തിയായിരുന്നു. ഒരു കവിയും അങ്ങേയറ്റം മനുഷ്യസ്നേഹിയുമായിരുന്നു. ഇന്ത്യ കണ്ട ആദ്യത്തെ ഭീകരമായ കലാപം 1969 അഹമ്മദാബാദിൽ നടക്കുമ്പോൾ അദ്ദേഹം അതിലൊരു ഇരയായിരുന്നു. 1000ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടും എനിക്കെൻ്റെ ജനതയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞ് കുടുംബത്തെയും കൂട്ടി അദ്ദേഹം വീണ്ടും അഹമ്മദാബാദിലേക്ക് തന്നെ വരികയാണ്. 2002 ഫെബ്രുവരി 28 രാവിലെ കലാപം ആരംഭിച്ചപ്പോൾ ഗുൽബർഗ് കോളനിയിലെ 29 ബംഗ്ലാവുകളിൽ നിന്നും 10ലധികം അപ്പാർട്ട്മെന്റുകളിൽ നിന്നും മുസ്ലിങ്ങൾ ജീവനും കൊണ്ട് ഓടി അണഞ്ഞത് ജാഫ്രിയുടെ വീട്ടിലേക്കായിരുന്നു. 300ഓളം പേർ, അതിലേറെയും കുട്ടികളും സ്ത്രീകളും. ജാഫ്രിയുടെ വീട്ടിൽ നിന്നും 1 കിലോമീറ്ററിനുള്ളിലാണ് പോലീസ് സ്റ്റേഷൻ. 2 കിലോമീറ്ററിനുള്ളിലാണ് അഹമ്മദാബാദ് പോലീസ് ആസ്ഥാനം. സിറ്റി പോലീസ് കമ്മീഷണർ PC പാണ്ഡെ രാവിലെ ജാഫ്രിയെ വീട്ടിൽ വന്ന് കാണുകയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്തതാണ്. രാവിലെ 10 മണി മുതൽ ആയിരക്കണക്കായ ആയുധധാരികളായ ജനക്കൂട്ടം പുറത്ത് ആക്രോശിച്ചുകൊണ്ടിരുന്നു. ജാഫ്രി മുഖ്യമന്ത്രിയെയും പോലീസ് ഓഫീസർമാരെയും മറ്റു രാഷ്ട്രീയക്കാരെയും നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രക്ഷിക്കാൻ ആരും വന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് ജനക്കൂട്ടം കോളനിക്കുള്ളിലേക്ക് കയറി വീടുകൾക്ക് തീവെച്ചു. ആരും സഹായിക്കില്ല എന്നുറപ്പായപ്പോൾ എഹ്സാൻ ജാഫ്രി കലാപകാരികളെ സമീപിച്ച് തന്നെ കൊന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിടാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അവർ കഷ്ണം കഷ്ണമാക്കി മുറിച്ചെടുത്ത് തീയിലേക്കെറിഞ്ഞു. പിന്നീട് 169 പേരെ അതേ സ്ഥലത്ത് വെച്ചും 40ഓളം പേരെ പലയിടത്തു വെച്ചും കൊന്നു. കൊല്ലപ്പെട്ടവരുടെയും ബലാത്സംഗം ചെയ്യപ്പെട്ടവരുടെയും ശരീരങ്ങൾ അഗ്നി വിഴുങ്ങി. ഒരു പകൽ മുഴുവൻ ഇത്രയും ക്രൂരതകൾ നടന്നിട്ടും ഗുൽബർഗ് കോളനിയിലേക്ക് ഒരു പോലീസുകാരനും തിരിഞ്ഞു നോക്കിയില്ല. ഈ സംഭവത്തിന്റെ അന്വേഷണത്തിൽ നാനാവധി കമ്മീഷൻ കുറ്റപ്പെടുത്തിയത് കൊല്ലപ്പെട്ട എഹ്സാൻ ജാഫ്രിയെയാണ്. അദ്ദേഹം തോക്കുമായി ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ചെന്ന് പ്രകോപനമുണ്ടാക്കിയതുകൊണ്ടാണ് ഗുൽബർഗ് കൂട്ടക്കൊല സംഭവിച്ചതുപോലും. ഇതേ നിലപാട് തന്നെയാണ് സർദാപുര, ഓഡെ, നരോദ ഗാവോൺ, നരോദ പാട്ടിയ, ദീപ്ല ദർവാസ, ബെസ്റ്റ് ബേക്കറി എന്നീ കേസുകളിലും കമ്മീഷൻ ആവർത്തിച്ചത്. 3 മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിബന്ധനയോടെയാണ് നാനാവധി കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. എന്നാൽ 2002 മാർച്ച് 6 നിലവിൽ വന്ന കമ്മീഷൻ 2014 ഒക്ടോബർ 31 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിനോടകം 24 തവണയാണ് കാലാവധി നീട്ടിക്കൊടുത്തത്. അപ്പോഴേക്കും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 2002 ഫെബ്രുവരി 27 രാത്രി മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന കലാപകാരികൾക്ക് നേരെ മൃദു സമീപനം സ്വീകരിക്കണം എന്ന് മോദി നിർദ്ദേശിച്ച മീറ്റിംഗിൽ സഞ്ജീവ് ഭട്ട് പങ്കെടുത്തില്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് 2013 ഏപ്രിലാണ് സമർപ്പിക്കുന്നത്. ഭട്ടിന്റെ ഡ്രൈവർ KD പന്ത് ഒഴികെ ബാക്കി സാക്ഷികളൊക്കെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന്മാരായിരുന്നു. അവരാരും അദ്ദേഹത്തെ പിന്തുണച്ചില്ല. തികച്ചും സ്വാഭാവികം. പിന്നീട് പന്തും കൂറുമാറി. ഭട്ടിനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസും ഫയൽ ചെയ്തു. ഇത് ഒരു ഭട്ടിന്റെ കേസ് മാത്രമല്ല. മോദി അമിത്ഷാ കൂട്ടുകെട്ട് ഗുജറാത്ത് ഭരിച്ച 2002 മുതൽ 2014 വരെയുള്ള കാലം കിരാതവാഴ്ചയുടെ ഇരുണ്ട കാലമായിരുന്നു. 2002 കലാപത്തിനിടക്ക് 10,000ഓളം വരുന്ന ഒരു സംഘം അതിക്രമകാരികൾ 400ഓളം കുട്ടികൾ പഠിക്കുന്ന ഭാവ്നഗറിലുള്ള ഒരു മദ്രസയിലേക്ക് ഇരച്ചു വന്നപ്പോൾ അവരെ പിരിച്ചുവിടാൻ വെടിവെക്കുകയും അക്രമകാരികളിൽ ചിലർ മരിക്കുകയും ചെയ്തതിന് മറ്റൊരു IPS ഓഫീസറായ രാഹുൽ ശർമ്മയെ മോദി സർക്കാർ ക്ഷാവരപ്പിച്ചു. 33 വകുപ്പുതല അന്വേഷണങ്ങളും 6 കാരണം കാണിക്കൽ നോട്ടീസുകളും വന്നതോടെ അദ്ദേഹത്തിന് സ്വയം രാജിവെക്കേണ്ടി വന്നു.
മറ്റൊരു IPS ഓഫീസർ RB ശ്രീകുമാറിനും നേരിടേണ്ടി വന്നു ഇതേ അവസ്ഥ. കലാപകാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യ ചില വിവരങ്ങൾ VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള കൺസേൺഡ് സിറ്റിസൺ ട്രിബ്യൂണലിനോട് പറയാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ഭരണകൂടം ആസൂത്രിതമായിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞുവെന്ന ആരോപണമുണ്ട്. മുംബൈ പോലീസിലെ ഏറ്റുമുട്ടൽ വിദഗ്ധൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദയാനായക് പറയുന്നത് ഹരേൻ പാണ്ഡ്യയുടെ വധം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലയാണ് എന്നാണ്. മോദിയെ വീരനായകനാക്കാനും മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന വിജുഗീഷുവായി ഉയർത്തിക്കാട്ടാനും ഭരണകൂട ഭീകരതയുടെ രഹസ്യങ്ങൾ ചോരാതിരിക്കാനും രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലും മറ്റുമായി ഒരുപാട് നിരപരാധികളെ 2002 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റുമുട്ടൽ കൊല അഥവാ എൻകൗണ്ടർ എന്ന ഓമനപ്പേരിട്ട് ഗുജറാത്തിൽ കൊന്നു തള്ളിയിട്ടുണ്ട്. സൊഹ്റാബുദ്ദീൻ ഷേഖ്, കൗസർ ബി, പ്രാണേഷ് കുമാർ, ഇഷ്റത്ത് ജഹാൻ, പ്രജാപതി, സാദിഖ് ജമാൽ, ഇങ്ങനെ അനേകം പേർ. 2018 നവംബർ 5 മുതൽ ഭട്ട് കസ്റ്റഡിയിലാണ്. 1996 രാജസ്ഥാൻ അതിർത്തി പ്രദേശത്ത് ബനാസ്കന്ത ജില്ലയിൽ SP ആയിരിക്കെ സുമേർ സിംഗ് എന്നുപേരായ ഒരു വക്കീലിനെ മയക്കുമരുന്ന് കൈവശം വച്ച കേസിൽ പിടികൂടുകയുണ്ടായി. സുമേർ പിന്നീട് ഭട്ടിനും മറ്റു പോലീസുകാർക്കെതിരെയും ഗൂഢാലോചനാ കുറ്റത്തിന് കൊടുത്ത പരാതിയിലാണ് 22 വർഷങ്ങൾക്ക് ശേഷം ഭട്ടിനെ കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത്. അതും നീണ്ട 10 മാസക്കാലം. കസ്റ്റഡിയിൽ അദ്ദേഹം എവിടെയാണ് എന്ന വിവരം പോലും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. സഞ്ജീവ് ഭട്ട് മനസ്സാക്ഷിയുള്ള അപൂർവം പോലീസ് ഓഫീസർമാരിൽ ഒരാളാണ്. അതിന് അദ്ദേഹത്തിന് ഒരുപാട് വില നൽകേണ്ടിയും വന്നു. 2002 സെപ്റ്റംബറിൽ ബഹുചരാജിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ കുട്ടികളെ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് കലാപാനന്തര മുസ്ലിം അഭയാർത്ഥി ക്യാമ്പുകൾ എന്ന് മോദി പ്രസംഗിച്ചിരുന്നു. ഇതിന്റെ റെക്കോർഡ് നൽകാൻ മോദിയുടെ പേഴ്സണൽ സെക്രട്ടറി PK മിശ്രയോട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആവശ്യപ്പെട്ടു. റെക്കോർഡ് കൈവശമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ സ്റ്റേറ്റ് ഇന്റലിജൻസ് ബ്യൂറോ അതിന്റെ രേഖകൾ കൊടുത്തപ്പോൾ അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരായിരുന്ന സഞ്ജീവ് ഭട്ട്, ശ്രീകുമാർ, E രാധാകൃഷ്ണൻ എന്നിവരെ സർക്കാർ സ്ഥലം മാറ്റി. അങ്ങനെയാണ് ഭട്ട് 2003 സബർമതി സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ടാകുന്നത്. അവിടെ വെച്ചാണ് ഹരേൻ പാണ്ഡ്യയുടെ ഘാതകൻ അസ്ഗർ അലിയെ കണ്ടുമുട്ടുന്നത്. യഥാർത്ഥ ഘാതകൻ തുൾസിറാം പ്രജാപതിയാണ് എന്ന് അസ്ഗർ അലി ഭട്ടിനോട് വെളിപ്പെടുത്തുന്നു. ഇക്കാര്യം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷായെ ഭട്ട് അറിയിക്കുന്നു. എല്ലാ തെളിവുകളും നശിപ്പിക്കാനാണ് അമിത് ഷാ ഭട്ടിനോട് ആവശ്യപ്പെട്ടത്. തുൾസിറാം പിന്നീട് എൻകൗണ്ടറിൽ കൊല്ലപ്പെടുന്നു. ഏതായാലും ഹരേൻ പാണ്ഡ്യയുടെ കേസിന്റെ പശ്ചാത്തലത്തിൽ ഭട്ടിനെ അവിടെ നിന്നും സ്ഥലം മാറ്റുന്നു. സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് 4000 തടവുപുള്ളികൾ ജയിലിൽ നിരാഹാരമനുഷ്ഠിച്ചു. 6 പേർ ഞരമ്പറുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു. അവർക്കൊക്കെ അത്രയും ഇഷ്ടമായിരുന്നു മനുഷ്യസ്നേഹിയായ ആ ഓഫീസറെ. 1988 ബാച്ചിലാണ് അദ്ദേഹം IPSലെത്തുന്നത്. ബോംബെ IITയിൽ നിന്ന് MTech എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരൊക്കെ ഒരു വ്യാഴവട്ടം മുൻപേ IGP റാങ്കുകളിലേക്ക് ഉയർന്നപ്പോൾ ഭട്ട് മാത്രം സൂപ്രണ്ട് പോസ്റ്റിൽ തുടർന്നു. 27 വർഷത്തെ സേവനത്തിനൊടുവിൽ ഇന്ത്യൻ പോലീസ് സേനയിൽ നിന്ന് 2015 ഓഗസ്റ്റ് 19 മോദിയുടെ സെൻട്രൽ ഗവൺമെന്റ് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. പുറത്താക്കിയതിന്റെ പിറ്റേന്ന് ഓഗസ്റ്റ് 20 ഗുജറാത്ത് പോലീസിൽ നിന്ന് ഒരു ഷോക്കോസ് നോട്ടീസ് കിട്ടി. സ്ത്രീ പീഡനം. ഭരണകൂട ഭീകരതയോട് സന്ധി ചെയ്യുന്നവർക്ക് മാത്രമേ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കാൻ പറ്റുകയുള്ളൂ. ഗോദ്ര സംഭവവും ഗുജറാത്ത് കലാപവും അന്വേഷിക്കുന്ന കമ്മീഷന്റെ തലവനായിരിക്കെ ജസ്റ്റിസ് GT നാനാവതിയുടെ മകനായ മൗലിക്കിനെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഗുജറാത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മോദി സർക്കാർ നിയമിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായിരുന്ന RK രാഘവനെ 2017 സൈപ്രസിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായും മോദി ആദരിച്ചു. കലാപകാലത്ത് ഹോം സെക്രട്ടറിയായിരുന്ന അശോക് നാരായണൻ തന്റെ അക്കാലത്തെ നിസ്സഹായാവസ്ഥ തെഹൽക്ക റിപ്പോർട്ടറായിരുന്ന റാണ അയ്യൂബിനോട് പങ്കുവെക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അത്തരമൊരു കൂടിക്കാഴ്ചക്കിടയിൽ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ കൈലാസ് നാഥൻ മോദിയുടെ മെസ്സേജ് അശോക് നാരായണന് കൈമാറുകയാണ്. അശോക് നാരായണന്റെ ഹിമാചൽ പ്രദേശിലുള്ള അളിയന് അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണം. ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് മോദി ഹിമാചലിന്റെ ചുമതലയുള്ള നിരീക്ഷകനായിരുന്നു. നോക്കൂ, മനസ്സാക്ഷിക്കൊത്ത് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ എന്നഭിമാനിക്കുന്ന മോദി 2002 ചെയ്തു കൂട്ടിയതൊക്കെ അറിയാവുന്ന ഒരു മുൻ ഹോം സെക്രട്ടറി അളിയനു വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ചോദിക്കുന്നു.
സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് മോദി തൻ്റെ ആശ്രിത വാത്സല്യം കാണിക്കുന്നു. ഈ പാരസ്പര്യം ഉള്ളിടത്തോളം കാലം ഭരണകൂട ഭീകരത തുടരുക തന്നെ ചെയ്യും. ഗുജറാത്തിൽ നീതി കിട്ടാതെ അലയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിലൊരാളായ ഇഹ്സാൻ ജാഫ്രിയുടെ മകൾ നിഷ്റിൻ ഹുസൈൻ സഞ്ജീവ് ഭട്ടിൻ്റെ പത്നി ശ്വേതാ ഭട്ടിനോട് ചോദിച്ചു, ഇത് ഇന്ത്യയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ജനങ്ങൾ അനുതാപം കാണിക്കുമെന്ന്? ആ ചോദ്യം അലയടിച്ച് നമ്മുടെയൊക്കെ കാതുകളിലെത്തുന്നുണ്ട്. അലോസരമായി കണക്കാക്കാതെ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം ഓരോ ജനാധിപത്യ വിശ്വാസിയും ചങ്കിലെ ചോരയായി എടുക്കണം. ശരികൾക്കു നേരെ തുറന്നുവെച്ച വാതിലുകളാണ് സഞ്ജീവ് ഭട്ടുമാർ. ആ വാതിലുകൾ കൊട്ടിയടക്കുക എന്നത് അധികാരികളുടെ ആവശ്യമാണ്. സർക്കാർ തെറ്റ് ചെയ്യുമ്പോൾ ശരിയായിരിക്കുന്നത് അപകടകരമാണ് എന്നത് വോൾട്ടയർ പറഞ്ഞത് എത്ര സത്യം.